ഒപ്പം വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനുമാണ് വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലിയുടെ ഉൾപ്പെടെ വിശദമായ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള RTO ഓഫീസുകളിൽ ഒന്നായ തിരൂരങ്ങാടി സബ് RTO ഓഫീസിൽ വാഹനമില്ലാത്തത് ജീവനക്കാരെ വലയ്ക്കുകയാണ്. സ്വന്തമായി ഉണ്ടായിരുന്ന വാഹനം കാലാവധി കഴിഞ്ഞതിനാൽ 6 മാസം മുൻപാണ് ഒഴിവാക്കിയത്. വാഹനത്തിനായി നിരവധി തവണ അപേക്ഷ നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല. മുബഷിർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം തിരക്കനുഭവപ്പെടുന്ന ഒരു RTO ഓഫീസ് തിരൂരങ്ങാടി RTO ഓഫീസാണ് ഇപ്പോൾ വലിയ പ്രയാസം നേരിടുന്നത്. കഴിഞ്ഞ 8 മാസത്തോളമായി ഒരു മേഖലയിൽ ഈ ഒരു ഓഫീസിനൊരു വാഹനമില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെ വളരെ അധികം പ്രയാസപ്പെടുത്തുന്നത്. എനിക്ക് പിൻഭാഗത്തെ ഈ ഓഫീസിലൊരു വാഹനം നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുറെ കാലമായി ഈ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരുന്നൊരു വാഹനമായിരുന്നു. പക്ഷേ 15 വർഷമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വാഹനം ഇപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ തുടർച്ചയായി പരാതി കൊടുത്തിരുന്നു. ഈ ഓഫീസിലേക്ക് ഒരു വാഹനം വേണം. സ്വാഭാവികമായിട്ടും ജില്ലയിൽ തന്നെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടൊരു വാഹനമില്ലാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ അത് ബാധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്താണ്. സ്വാഭാവികമായിട്ട് വാഹനം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും വാഹനം അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 5 മാസം മുമ്പ് പരാതി കൊടുത്തു. ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടിട്ടാണ് പരാതി കൊടുത്തത്. ആ സമയത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയ ഒരു മറുപടിയുടെ പകർപ്പാണിത്. ഈ പകർപ്പിൽ പറയുന്നത് വാഹനം വാങ്ങുന്നതിന് സർക്കാരിൽ നിന്നും അനുമതിയായിട്ടുണ്ടെന്നും അത് ബാക്കി നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന്. ഈ കത്ത് വന്നിട്ട് 4 മാസം കഴിഞ്ഞു. 2025 ഏപ്രിൽ 1-നാണ് ഈ കത്ത് നമുക്ക് ലഭിക്കുന്നത്. 5 പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല ഏത് സമയത്തും പലപ്പോഴായിട്ട് അപകടങ്ങളും മറ്റൊക്കെ സംഭവിക്കാറുള്ള ഒരു പ്രദേശം കൂടിയാണിത്. NH അടുത്താണ്. അങ്ങനെയുള്ള എല്ലാ സംഗതികളും. അപ്പോൾ അവിടെ ഈ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ പരിശോധിക്കണമെങ്കിലോ അതല്ലെങ്കിൽ അപകടപ്പെട്ട സ്ഥലത്ത് പോകണമെങ്കിലോ ഏറ്റവും കുറഞ്ഞത് ബസ് നിർത്താതെ വിദ്യാർത്ഥികളെ കയറ്റാത്ത പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള അവിടെ വിദ്യാർത്ഥികൾ പരാതി നൽകിയാൽ അത് പരിശോധിക്കാൻ പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് ഉദ്യോഗസ്ഥർക്ക് പോകണമെങ്കിൽ അതിന് വാഹനമില്ല. അതുപോലെ തന്നെ വാഹന പരിശോധനയ്ക്ക് പോകണമെങ്കിൽ വാഹനമില്ല. പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായി ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പോകാൻ വാഹനമില്ല. അങ്ങനെ എല്ലാ നിലക്കും ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ച് പലരുടെയും കയ്യും കാലും പിടിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഈ ഉദ്യോഗസ്ഥർക്കുള്ളത്. അത്തരം സാഹചര്യത്തിൽ അവർക്ക് നീതിന്യായമായി, അതായത് നീതിയുക്തമായൊരു നടപടികളിലേക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇവർക്ക് വാഹനം അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സ്വാഭാവികമായിട്ട് പരാതികളൊക്കെ തന്നെ നിരവധി തവണ കൊടുത്തിട്ടും അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായിട്ടുള്ള UA റസാഖ് നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലൈക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ തിരൂർ.